എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് മേലാർന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ കൂടെ ഉള്ളത് ശോഭ ചേച്ചി. ചേച്ചിക്ക് ക്യാൻസറാണ്. എത്ര വർഷമായി ചേച്ചി ക്യാൻസർ വന്നിട്ട്? ക്യാൻസർ വന്നിട്ട് ഒരു 19 വർഷമായി. ആദ്യം എവിടെയായിരുന്നു? ആദ്യം വയറ്റിലായിരുന്നു. എങ്ങനെയാണ് അറിഞ്ഞത്? പറഞ്ഞത് പിന്നെ ഡോക്ടർ പരിശോധിച്ചപ്പം പറഞ്ഞു ക്യാൻസർ. അതന്നെ. എങ്ങനെയാണ്? വേദന ഉണ്ടായിരുന്നു? വേദന ഭയങ്കര വേദനയായിരുന്നു. പിന്നെ മരുന്ന് കഴിക്കുമായിരുന്നു? കണ്ടമാനം മരുന്ന് കഴിക്കുമായിരുന്നു. മരുന്ന് കഴിച്ച് അങ്ങ് അവസ്ഥതയായി. പിന്നെയാണ് ഡോക്ടറെ കാണിക്കുന്നത്. ഡോക്ടറെ കാണിച്ചപ്പോഴത്തെ ക്യാൻസർ ആന്ന് പറഞ്ഞു. അപ്പോഴൊന്നും ഇവിടെ ആർക്കും അങ്ങനെ ഞാൻ വന്ന് എനിക്ക് ഓർമ്മയില്ലേ. എനിക്ക് അറിഞ്ഞൂടെ ക്യാൻസർ എന്ന്. ഉടൻ തന്നെ അവർ ഓപ്പറേഷൻ ചെയ്തു എന്നെ നല്ല രീതിയിൽ ആക്കി. പിന്നെ ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞു. പിന്നെ 10 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഇവിടെ ഒരു നെഞ്ചില് കടല പോലെ വന്നു. അടുത്ത നെഞ്ചില് മുഴ പോലെ വന്നു അല്ലേ? വന്നു. അപ്പൊ അത് വേദനയായിരുന്നു? വേദന ഒന്നുമില്ലായിരുന്നു. കാല് വേദന 2 കാലും വേദന, നടക്കാൻ പറ്റൂല. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ജീവൻ പോകും. രാത്രി മൊത്തവും വിളിക്കും. പകല് പിന്നെ ജോലി ചെയ്യാതെ നിക്കുകയാണെങ്കിൽ വേദന, ജോലി ചെയ്തോണ്ടിരുന്ന വേദന ഇല്ല. അങ്ങനെ മുട്ട ഓപ്പറേഷൻ ചെയ്ത് 4 മാസം ആയപ്പോഴും പിന്നും വേദന തന്നെ. പിന്നെ അതിനെ കാട്ടി അപ്പുറം വേദന. പിന്നെ ഒരുപാട് കടം വാങ്ങിച്ചാണ് ഇതൊക്കെ ചെയ്ത് ജോലി ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ് അടുക്കള പണിക്ക് പോയി നിന്നിരുന്നാൽ 25,000 രൂപ മാസം ശമ്പളം കിട്ടുമല്ലോ. നേരത്തെ അടുക്കള പണിക്കായിരുന്നു? ഇല്ല, ഇവിടെ ഒരു ഓഫീസിൽ പൊക്കൊണ്ടിരുന്നു പോവുമായിരുന്നു. പിന്നെ അമ്മ എനിക്ക് മാസം വല്ലതും തരുമായിരുന്നു. ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ പോയില്ല. എന്റെ ജീവിതത്തിൽ 9 വർഷം ഞാൻ ജോലിക്ക് പോയി. കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതം നഷ്ടപ്പെട്ടപ്പോഴേ വീട്ടു ജോലിക്കാരിയെ പോലെ അമ്മയുടെ കൂടെ ആയിരുന്നു. ഭർത്താവ് കളഞ്ഞിട്ട് പോയി. മക്കള് 2 എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൾ പിന്നെ അന്നത്തെ കാലമല്ലേ, അങ്ങനെ നിന്ന് ഒരു മോൻ തൂങ്ങി മരിച്ച്. ഒരു മോനുണ്ട്, അത് കൂലിപ്പണിയാണ്. പിന്നെ അങ്ങനെ ഞാൻ 15 ദിവസം ചെക്കപ്പിന് പോയപ്പോ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ സർജനോട് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എന്ത് ചെയ്ത് എന്നെ ഒരു ഡാഡി ഡോക്ടർ എടുത്ത് വിട്ട്. സർജനായിരുന്നു. അവിടുന്ന് DDRCയിൽ വിട്ട്. അവിടെ ചെന്ന് പരിശോധിച്ചപ്പോ ക്യാൻസർ എല്ലാം പരിശോധിച്ചപ്പോ നല്ല എമൗണ്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കമ്മലും ഒരു മോതിരം ഉണ്ടായിരുന്നു. അവിടെ തന്നെ വിറ്റ് ചെയ്തു. ഇത് ഇവിടെ കൊണ്ടുവന്നപ്പം ക്യാൻസർ 4ാം ഘട്ടമായി. പിന്നെ അതിൽ തൊട്ട് ആദ്യം പിന്നെ പ്രൈവറ്റിൽ ഓപ്പറേഷൻ ചെയ്ത് അത് കുറെ പൈസയായി. നെഞ്ചിൽ പിന്നെ ഒരു മുഴ തുടങ്ങിയല്ലേ? ഇപ്പൊ നെഞ്ചിൽ പുറത്തോട്ട് പിന്നെയും നെഞ്ചിൽ വേറെ മുഴ വന്നു. ചേച്ചിയുടെ കൈ, ഇടത് കൈ അല്ലേ? ഇത്രേ പൊക്കാൻ പറ്റുള്ളൂ. വല്ലാത്തൊരവസ്ഥയാണ്. മുതുകില് ഇതിന്റെ നീരിറങ്ങിത്തറിയാണ്. ഈ മരുന്നൊക്കെ കഴിച്ചപ്പം കിഡ്നിയുടെ പ്രോബ്ലം തുടങ്ങി. കിഡ്നിക്ക് പ്രോബ്ലം ആയിപ്പോ അതുകൊണ്ട് ഒരു ഗുളിക നിർത്തി. അത് കഴിക്കുന്നുണ്ടാണ് കിഡ്നിക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞ് വേറെ മരുന്ന് എഴുതി തന്ന്. അത് കഴിച്ചിപ്പോ കഴിഞ്ഞ വ്യാഴാഴ്ചയോടെ ആ മരുന്ന് തീർന്ന്. ഇപ്പൊ 2ാമത് എടുക്കണമെങ്കിൽ എന്റെ മരുന്നൊക്കെ പൈസ എങ്ങനെയായിരുന്നു? കടം തന്നെ. കടം എന്ന് പറഞ്ഞ ഒരു സാച്ചുല് ഒരു ഇച്ചിരി പൈസ ഉള്ളത് തന്നെ. എന്റെ നാത്തൂന്റെ മോള് അവര് സഹായിക്കും. തിരിച്ചു കൊടുക്കണം. വീട്ടുവാടക അവള് തന്നെ തരുന്നത്. പിന്നെ ഒരു സഹോദരൻ തരും വാടക, അവന് തരും. അതുകൊണ്ട് 2000 രൂപ വാടക, പിന്നെ കറണ്ട്, പൈപ്പ് എല്ലാം കൂടെ. ഇപ്പം വെള്ളത്തിന് മാത്രം 3780 കണ്ട വന്നേക്കുന്നു. എന്നെ കൊണ്ട് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. ഒരു പൊടി സ്വർണം വേണം, ഒന്നും വേണ്ട. കട ഇല്ല. എന്താണെന്നുള്ള എനിക്ക് 4 കിലോ അരി കിട്ടും. അതിനെ കൊണ്ടുവന്ന് കഴുകി ഒരു 6 മാസത്തേക്കാണ് ഒരു ഗ്യാസ്. അതിൽ കൂടുതൽ നിൽക്കും. അപ്പൊ എന്താണ് ഞാൻ വേവിക്കണത് എന്താണെന്നുള്ളത്. കോതമ്പോ എടുത്ത് വെള്ളത്തിൽ കലക്കും, കുറുക്കും. അത് ഒരു നേരം കഴിക്കും. കറിയൊന്നുമില്ല. പിന്നെ അച്ചാറ് എന്തെങ്കിലും. പിന്നെ മോള് ബിന്ദു എന്ന് പറഞ്ഞ അമ്മയാ ചിലപ്പോഴൊക്കെ മുമ്പേയൊക്കെ ഇച്ചിരി കറിയൊക്കെ തരുമായിരുന്നു. ഇപ്പൊ അതും ഞാൻ ബുദ്ധിമുട്ടി, ഞാൻ പോവില്ല. വീട്ടുകാരൊക്കെ സഹായിക്കുമോ? ചെറുതായിട്ടൊക്കെ സഹായിക്കും. ആഹാരത്തിനുള്ള എന്തെങ്കിലുമൊക്കെ തരും. ഇപ്പം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? നടക്കാൻ തീരെ വയ്യ. ഇന്ന് രാവിലെ പൊത്തോന്ന് അവിടെ വന്ന് വീണ്. വന്ന കാലില് ഒട്ടും ബലമില്ല, അങ്ങ് വീഴും. പിന്നെ തിരിച്ച് ദേഹം തളർന്ന് കണ്ണിൽ കൂടെ പുക പോലെ വരും. അതും എല്ലാം പോട്ടെ, 2 കണ്ണ് 3 ഓപ്പറേഷൻ ചെയ്തപ്പോഴും
ഇപ്പഴും കാഴ്ചക്കുറവുണ്ടല്ലേ? ഇപ്പം ഈ മരുന്ന് കഴിച്ച് കഴിച്ച് ഈ കീമ എടുത്തപ്പോഴും അത്രയും തീയിൽ നിന്നെങ്കിലും മുട്ട പോലെ ഒന്ന് ഇതായി 2 പ്രാവശ്യം മുട്ടയായി. ഇതുപോലെ ആയ സമയത്തും എൻ്റെ കണ്ണിന് കുഴപ്പമില്ലാതെ നല്ലതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞ് ലേഡീസിനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ കുറേ വല ചുറ്റി ഇതുപോലെ തന്നെ പിന്നെ ഒട്ടും കാണാതെയായി. പിന്നെ എൻ്റെ മരുമോള് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവള് കൊണ്ടുവന്ന് അവിടെ നെടുമങ്ങാട്ട് കൊണ്ടുവന്ന് ആരെന്ന കുറച്ച് പൈസ വാങ്ങിച്ച് പ്രൈവറ്റിൽ ചെയ്തു, കണ്ണ് ചെയ്തു. അതൊട്ടും ഇപ്പം കാണുന്നില്ല. ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാളുടെ സഹായവും ഇല്ലാതെ പറ്റത്തുമില്ല. ആശുപത്രിയിലൊക്കെ പോകുന്ന എങ്ങനെയാണ്? ആശുപത്രിയിൽ ആ ചേച്ചി വന്നോണ്ടിരുന്നു, അന്ന് പൈസ കൊടുക്കുമായിരുന്നു. ഇപ്പം പൈസ കൊടുക്കാത്തോണ്ട് വരില്ല. ആട്ടോ പിടിച്ച് ഒറ്റയ്ക്ക് പോകും. പിന്നെ അവിടെ ചെല്ലുമ്പോ ആരുടെങ്കിലും പറയും എന്നെ ഒന്ന് പിടിച്ച് ലിഫ്റ്റിലോട്ടാക്കെന്ന് പറയുമ്പോ ആട്ടയ്ക്കുള്ള പൈസയൊക്കെ കടം കൊടുക്കാൻ ഒരാളുടെ നിന്ന് വാങ്ങിച്ചു. ഒരാളുടെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം അമ്പേര് ചേച്ചിയുടെ നിന്ന് വാങ്ങിച്ച് 5000 രൂപ വാങ്ങിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നെ എന്റെ കൊടുത്തില്ല. ഇപ്പൊ എല്ലാം കൂടെ എത്ര രൂപ കടമുണ്ട്? എല്ലാം കൂടെ ഇപ്പൊ നോക്കണമെങ്കിൽ 6 ലക്ഷം രൂപ വരെക്കകത്ത് വരും. മരുന്നിനും ആശുപത്രി ചെലവിനും വേണ്ടി പലരും വാടകയ്ക്കും വാങ്ങിച്ച് കടം. ഇതാണ് നമ്മുടെ ശോഭ ചേച്ചിയുടെ അവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥ ആരും നോക്കാനില്ല. മക്കളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ മരിച്ചു, ഒരാളെ ഉള്ളൂ. അത് കൂലി വേലയാണ്. അപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. കാരണം എന്ത് പറയാൻ, ആശുപത്രിയിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ നിത്യ ചെലവിനോ വാടക കൊടുക്കാനോ ഒന്നിനും ഒരു വരുമാനമില്ല ചേച്ചിക്ക്. അപ്പോൾ എന്തെങ്കിലും സഹായം, നിങ്ങളാൽ കഴിയുന്ന സഹായം ഉണ്ടെങ്കിൽ കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ളവർ എന്തെങ്കിലും സഹായം ചെയ്യുക. പിന്നെ സഹായം ചെയ്യാനില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് കാണുന്നവരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ഡീറ്റെയിലും എല്ലാം വെച്ചേക്കാം. ചേച്ചിക്ക് ഫോൺ നമ്പർ ഉണ്ടല്ലേ? അപ്പോൾ ഫോൺ നമ്പറും വെച്ചേക്കാം. പിന്നെ ആ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചേച്ചിയുടെ വിവരവും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചിക്ക് ഒരല്പം സമാധാനം കിട്ടും. വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എന്തായിരുന്നാലും കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും.